എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ എന്താ പറയുക, എൻ്റെ മോൻ വന്നേക്കുന്ന ദിവസമാണ്. അതുകൊണ്ടൊരു ചെറിയ KFC ചിക്കനൊക്കെ ഉണ്ടാക്കണം. പക്ഷേ ഇന്നത്തെ ദിവസം വളരെ എന്താ പറയുക, വളരെ ശാന്തമാണ്. കാലത്തെ തന്നെ നല്ല മൂടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. മഴ ഇപ്പോൾ പെയ്യുമെന്നുള്ള രീതിക്ക് പെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല. പെയ്യുവാണെങ്കിൽ ഇന്നലെ രാത്രിക്ക് നന്നായിട്ട് പെയ്തെന്ന് തോന്നുന്നു. അത്യാവശ്യം നന്നായി പെയ്തു. ഇപ്പോൾ രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ഒരു ചായയുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. പുട്ടും കടലയാണ് ഉദ്ദേശിക്കുന്നത്. കടല വെന്തിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കണം, ചോറ് വയ്ക്കണം, കറി വയ്ക്കണം, ഒത്തിരി കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങോട്ട് തുടങ്ങാം. രാവിലെ തന്നെ ചെടികളുമായിട്ടൊക്കെ ഒരു എന്താ പറയാ, ഒരു നർമ്മസല്ലാപം എന്ന് പറയാൻ പറ്റില്ല, ഒരു കുശലാന്വേഷണം ഒക്കെ നടത്തിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം ഇതിപ്പോ ഇങ്ങനെ ഇരിക്കണം, എല്ലാം കൂടി ഇങ്ങനെ കട്ടകുത്തിയാണ് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഇരിക്കണം എന്താന്ന് വിചാരിക്കരുത് കേട്ടോ. എൻ്റെ വീടിന്റെ എന്താ പറയാ, ഇപ്പൊ ഈ ഫ്രണ്ടിന്റെ പണി, ഇവിടെയൊക്കെ പാറ വിരിച്ച് പോകാനുള്ളതാണ്. അപ്പൊ അതിന്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ പോർഷനിൽ വെച്ചിരുന്ന ചെടികളൊക്കെ ഞാൻ ഇങ്ങോട്ട്, അവിടെ ആ തെങ്ങിന്റെയും മാവിന്റെ ഒക്കെ ചോട്ടിലായിരുന്നു ഈ ചെടികളൊക്കെ ഇരുന്നിരുന്നത്. അവിടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചതുകൊണ്ട് തന്നെ ഇടാം, നന്നായിട്ട് വെയിൽ കിട്ടുന്ന ഏരിയ തന്നെയാണ് എൻ്റെ എല്ലാ ചെടികളും ഇരിക്കുന്നത് തന്നെ. അതുകൊണ്ട് നിറച്ചും നിറയെ ഇത്രയും പൂക്കളൊന്നും ആ ഷെയ്ഡിൽ നിൽക്കുമ്പോൾ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും നല്ല എന്താ പറയാ, വെള്ളമൊക്കെ ഞാൻ കൃത്യമായിട്ട് ഒഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നന്നായിട്ട് ഫ്ലവറിങ് ആയി വരുന്നുണ്ട്. ഒട്ടും ആവാത്ത വരുന്നുണ്ട്. എൻ്റെ മുല്ലയൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുമായിരുന്നു. അത് വേറൊന്നുമല്ല, വെയിലില്ലാത്തതുകൊണ്ടായിരുന്നു. പക്ഷെ ഇവയെ നിറച്ചും എല്ലാ മുല്ലയിലും നിറയെ പൂമുട്ടുകളാണ്. നല്ല വെയിലിന്റെ ഗുണമായിട്ട്. ഇതിൽ ഞാൻ വേറെ വളമൊന്നും മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വേരൊക്കെ കുറച്ച് മുകളിൽ നിന്നപ്പോൾ എല്ലാം ഞാൻ എന്താ പറയാ, മണ്ണും വളം എല്ലാം മിക്സ് ചെയ്ത് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ചട്ടികളിൽ ആക്കി നിറച്ചു കൊടുത്തു. ഇനിയും ചെയ്യാനുണ്ട്. എല്ലാ ദിവസവും കുറച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. കുറേ കാര്യങ്ങളുണ്ടല്ലോ, കുറച്ച് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ കാലത്തെ ഓരോ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സന്തോഷമാണ്. എന്നാലും അതിർത്തുനിന്ന് മുടിയിൽ ചൂടിയില്ലെങ്കിൽ ഒരു അയ്യോടാ, ഇതിപ്പോ എവിടെ കുത്തും? സാരല്ല, മുടി അഴിക്കുമ്പോൾ കുത്താം, പിന്നെ ചെയ്യാം. അതാ അപ്പൊ ഇതിനകത്ത് വേണ്ട, ഇതിനകത്തൊക്കെ നിറച്ച് മുട്ട. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഷെയ്ഡിലിരുന്നപ്പോ ഫ്ലവർ ഒന്നും ഇല്ലാതിരുന്ന ചെടികളിലൊക്കെ തന്നെ വെയിൽ കണ്ടപ്പോഴേക്കും നന്നായിട്ട് ഫ്ലവർ വരുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ തന്നെ രാവിലെ തന്നെ ഈ പറഞ്ഞ പോലെ ഞാനിതെല്ലാം വന്ന് ഇങ്ങനെ നോക്കും എല്ലാത്തിലും. ഇനി ഇവിടെ നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ നടയിൽ ബോഗൺവില്ലയിലൊക്കെ ഇപ്പൊ മഴ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഫ്ലവർ വരാൻ തുടങ്ങിയത്. എന്തായാലും കൊള്ളാം. ഇതെന്റെ മരമുല്ലയാണ്. സെയിം മുല്ലയുടെ തന്നെ നല്ല സ്മെല്ലാണ്. എന്റെ മരമുല്ലയാണത്. എൻ്റെ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വേറൊരു വീഡിയോയില്. എല്ലാം കൂടി ഒറ്റയടിക്ക് നടക്കൂല, അപ്പോൾ ഭയങ്കര ലെങ്ത് ആയി പോകും, ഭയങ്കര ബോറടിക്കും നിങ്ങൾക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ കാണിച്ചു തരാവേ. ഓക്കെ, ഇതും എൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന റോസാണ്. അവിടേക്ക് ഞാൻ വീണ്ടും കൂടി ഇവിടെ വെച്ചിരുന്നാണ് ഞാൻ ഇതൊക്കെ മിക്സ് ചെയ്തത്. ഇവിടെയൊക്കെ വളവും മണ്ണൊക്കെ ഇവിടെയൊക്കെ തന്നെ കിടക്കുന്നതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ ചെയ്തിരുന്നു. പക്ഷെ അങ്ങോട്ടേക്ക് കൊണ്ടുവയ്ക്കാന്ന് വെച്ചാൽ അവിടെ പാറ വരിക്കാൻ നേരം അവിടെ ഉള്ള ചെടികളൊക്കെ മിക്കവാറും തന്നെ ഇവിടെ കൊണ്ടുവയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ അങ്ങോട്ട് വെച്ച ഒരു രാവിലെ തന്നെ ആയിരുന്നു സൗണ്ടിനൊരു കിച്ച്. ഒരു 5 ടൈപ്പ് റോസ് തന്നെ ഉണ്ട് ഇത്. പിന്നെ ഇതെന്റെ കുഞ്ഞു കൃഷികളാണ്. കാലത്ത് വരുമ്പോൾ തന്നെ അധികം ആയിട്ടില്ല, ഇങ്ങനെ ആയി തന്നെ ഉള്ളൂ. എന്നാലും ഒന്ന് വന്ന് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ പറഞ്ഞ കണ്ടമാനം വെയിലൊന്നും ഇപ്പം ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ വാടിയൊന്നും പോകുന്നില്ല. എൻ്റെ വെണ്ട, അയ്യോ വെണ്ട ആയി വരുന്നോ? അപ്പൊ നട്ടാലേ ഉള്ളൂ. വെണ്ടക്കിട്ടായി വരുന്നുണ്ട്. വെണ്ടയായി വരുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ വഴുതന, ഇത് ചീര, പൊന്നാങ്കണ്ണി ചീര എന്ന് പറയും. ഇതൊരു സൈസ് കറുത്ത മുളകാണ്. ഇത് ഞാനൊരു തൈ അങ്ങനെ തന്നെ വാങ്ങിക്കൊണ്ട് വെച്ചാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് മുളകായി വരുന്നുണ്ട്. ഇവിടെ ചീരയാണ്. ബാക്കി ഇത് അവിടെ ഒരു കപ്പങ്ങ നട്ടിട്ടുണ്ട്, റെഡ് ലേഡി. അത്രേ ഉള്ളൂ. കടലക്കുള്ള പരിപാടിയാണ്. കടലിട്ടു. ഒരു പക്ക പൊട്ടിത്തെറിച്ചുകൊണ്ട് പോയി. സവാള
ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ, കാരണം ഇതിനകത്ത് ഞാൻ സവാള പറ്റുള്ളൂ, അതും മസാല ഒക്കെ ഇട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ലൊടുക്ക് കറിയെന്ന് വിചാരിക്കരുത് കേട്ടോ, അങ്ങനെയൊന്നുമല്ല. അത്യാവശ്യം കറക്കില്ലാണ്ട് തന്നെ ഞാൻ കറി വെക്കും. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ്. ഒരല്പം, എല്ലാം ഞാൻ കുറേശ്ശെ ഇടുന്നുള്ളൂ കേട്ടോ, കാരണം കളർ മാറിപ്പോകാൻ പാടില്ലല്ലോ. പിന്നെ മുളക് പൊടി കുറച്ച്, ഗരം മസാല, എല്ലാം കുറവാണ് പറഞ്ഞ പോലെ. പിന്നെ തൽക്കാലം നമുക്ക് ഇതിട്ട് മിക്സ് ചെയ്യാം. ഒരു സംഭവം കൂടിയുണ്ട്, ഉപ്പിടണം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലഗ് പീസൊക്കെ ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ KFC പറഞ്ഞ് വാങ്ങിയതാ. അപ്പോൾ ഇപ്പൊ ഇതിലും വലിയ യമണ്ടൻ പീസസ് ആയിട്ടാണ് തന്നത്. എന്നിട്ട് ഞാൻ പിന്നെ അത് കുറച്ച് ചെറുതാക്കി, കാരണം ഭയങ്കര പീസ്. കാരണം വലിയ വലിയ ഹോട്ടലിലൊക്കെ ഒരുപാട് എണ്ണയിലിട്ട് വറക്കണത് പോലെയൊക്കെ നമുക്ക് അത്ര ഇട്ട് എണ്ണയിലിട്ട് വറക്കാൻ പറ്റില്ലല്ലോ. അത് കാരണം ഞാൻ എന്താ പറയാ ഇച്ചിരി ചെറുതാക്കി. ലഗ് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അത് കാരണം പിന്നെ അത് ഞാനൊന്നും ചെയ്തില്ല.
ഇത് കഴിഞ്ഞ ആഴ്ച ഞങ്ങള് പെരുമ്പാറുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അതിന് ഇതുപോലെ ഒരു 5 പീസോ 8 പീസോ എന്തോ ഉണ്ടായിരുന്നുള്ളൂ. അതിന് അവർ വാങ്ങിയത് 799 രൂപയോ അങ്ങനെ എന്തോ ആണ്. അത്രയും രൂപ എന്തായാലും 800 ആ ഒരു എമൗണ്ട് ആയിട്ടുണ്ട്. അതിലൊക്കെ എത്ര ഭേദമാണിത്. ഇത് എനിക്ക് ചിക്കൻ ഇത്രയും ഒരു 2.5 കിലോന്റെ ചിക്കൻ എനിക്ക് വന്നത് 230 രൂപയാണ്. അപ്പൊ അത് മേടിച്ചിട്ട് നമുക്ക് സ്വന്തമായിട്ട് ഈ വക പരിപാടികള് ലൊട്ടിലൊടുക്കാണെങ്കിലും ചെയ്യാൻ പറ്റിയ ഈ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കണ അതേ ഫീല് നമുക്ക് ഏകദേശം ഒപ്പിക്കാൻ പറ്റും. അതിലെ നല്ലത് ഇത്രയും രൂപയൊക്കെ കളയുന്നേക്കാൾ ഭേദം അത് തന്നെയാണെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. അത് കറക്റ്റാണ്. അല്ലെ പിന്നെ ഇത്രയും രൂപയൊക്കെ കൊടുക്കണോ? പിന്നെ ഈ പറഞ്ഞ പോലെ എന്തും വിരൽത്തുമ്പില് നമുക്ക് കിട്ടും. എന്ത് ഉണ്ടാക്കാനാണെങ്കിലും അറിയാൻ പാടാത്തവർക്കാണെങ്കിലും ഇതൊക്കെ യൂട്യൂബിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന കേസുകളേ ഉള്ളൂ. പിന്നെ എന്തിനാണ് ഇത്രയും രൂപ മുടക്കണേ എന്നാണ് ഞാൻ ചിന്തിച്ചത് കേട്ടോ. എന്നാ പിന്നെ പിള്ളേർക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് 2 പേർക്കും. എന്നാ പിന്നെ അത് നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഉച്ചക്കത്തെ ഫുഡ് റെഡി. KFC വിത്ത് മച്ചണൈസ്. കഴിച്ചു നോക്കിട്ട് പറ എങ്ങനെയുണ്ട്. എന്ത് പൊളി? നന്നായിട്ടുണ്ടാ? ഹോട്ടലിൽ കഴിക്കണ പോലെ ഉണ്ടാടാ? കളാവോ? ചെറിയൊരു വ്യത്യാസം. അതൊക്കെ കാണും. വീട്ടിലല്ലേ ഉണ്ടാക്കി. ഓട്സിന്റെ ടേസ്റ്റ് അത് പിന്നെ വരില്ലേ? അവിടെ ഇരിക്കുമോൻ. ചെറുതുണ്ട്. ഇതൊക്കെ ചെറുതാണ്. ചോറ് വേണ്ടേ ആർക്കും? മോര്, അവിയല്, ചോറ് ഇതൊന്നും വേണ്ട. ആണോ? കൊള്ളാം. കളാവോ? ടേസ്റ്റ് ഉണ്ടാ? ഹോട്ടലിൽ കിട്ടുന്ന പോലെ ഒന്നും ആയില്ല. ഒപ്പിക്കാം. വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ഉണ്ടാവുള്ളൂ. മച്ചണൈസ് എങ്ങനെയുണ്ടാ? നമ്മുടെ കരിക്ക് ടീമിന്റെ മച്ചണൈസ്. മച്ചണൈസ് അല്ലടാ, മണക്കൂസ്. അല്ല മണക്കൂസ് അല്ല, മച്ചണൈസ്. അപ്പൊ KFC ഒക്കെ കഴിച്ചതിന്റെ ആവശ്യത്തിന് ഞാൻ ഒന്ന് മയങ്ങട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.